ഹായ് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് തിരിച്ചു വന്നേക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇന്നത്തെ ദിവസത്തിൽ ആദ്യം തന്നെ ചെയ്യാൻ പോണത് കറി വെക്കാനാണ് പോണത്. കറിക്ക് കഷ്ണങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ മിക്സി കേടായ കാരണം നമുക്ക് അരച്ച് കറിയൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ മത്തങ്ങ ഇരിക്കുന്നുണ്ട്, ഒരു കഷ്ണം മത്തങ്ങ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ മത്തങ്ങ വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് കറി ഒപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നാളികേരം ഉണ്ട്, നമുക്ക് ചതക്കണ കല്ലിലിട്ട് ചതച്ചെടുക്കാമല്ലോ നാളികേരം. അപ്പം അങ്ങനെ ചതച്ചൊക്കെ ഒരു കണക്കിന് നമുക്ക് തട്ടിക്കൂട്ടി ഒരു കറി ഒപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കഷ്ണം മത്തങ്ങ എടുത്ത് തൊലിയൊക്കെ ചെത്തി കഷ്ണം കഷ്ണമായിട്ട് അരിഞ്ഞ് നമ്മൾ വിറകടുപ്പിലാണ് കേട്ടോ വെക്കണത്. നമ്മളൊരു കലത്തിൽ അലുമിനിയത്തിൻ്റെ കലാണ് എടുത്തേക്കുന്നത്, വിറകടുപ്പിൽ വെക്കാനല്ലേ. അപ്പോൾ അലുമിനിയത്തിൻ്റെ കലാണ് നല്ലത്. അപ്പോൾ അലുമിനിയത്തിൻ്റെ കലത്തിൽ അരിഞ്ഞു വെച്ചേക്കണം മത്തങ്ങയുടെ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട്, പൊടികളുടെ അളവൊന്നും പറയണില്ല, അതൊക്കെ അവരവരുടെ എരിവിനനുസരിച്ച് ഉപ്പിനനുസരിച്ചൊക്കെ ഇടാം. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് അടുപ്പത്ത് തിളച്ച് വന്നപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. കാരണം നമ്മൾ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊന്നും ഇട്ടപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ടായില്ല. ഇപ്പോഴാണ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്നൊന്ന് വേവട്ടെ. അപ്പോഴേക്കും അടിച്ച് വരാമെന്ന് വിചാരിച്ച് മുറ്റത്തേക്ക് പോയി. മുറ്റത്ത് ഫ്രണ്ടിൽ തന്നെ കട്ടയൊക്കെ വിരിച്ചിട്ടുണ്ട്, ടൈലല്ല കട്ടയൊക്കെ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് അടിച്ച് വാരാണ്. അപ്പോൾ അടിച്ച് വാരിയൊക്കെ ഇട്ട് കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ അത് വെന്തിട്ടുണ്ടായിരുന്നു മത്തങ്ങ. അപ്പോൾ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ്. കാരണം ഒരു ഇച്ചിരി ഒന്ന് കുറുതായിരുന്നാലാണല്ലോ മത്തങ്ങ കറിക്കൊക്കെ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ്. ഉടച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ ചതച്ച് വെച്ച ജീരകം മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ജീരകം ഇട്ടിട്ട് ഒന്ന് ചതച്ച് വെച്ച നാളികേരം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി. അപ്പോൾ അതൊന്ന് നാളികേരം ഇട്ടിട്ട് ഒന്ന് തിളയ്ക്കണമല്ലോ. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നപ്പോൾ അത് ഇറക്കി വെച്ചിട്ട് നമ്മൾ ചീഞ്ചട്ടി കയറ്റി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും, പിന്നെ കടുക് പൊട്ടി വന്നപ്പോൾ വറ്റൽമുളക് ഇട്ട്, വറ്റൽമുളകൊക്കെ ഇട്ട് വറ്റൽമുളകൊന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കണം. അപ്പോൾ മത്തങ്ങ കറിയൊക്കെ അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് കുറുതായി വന്നപ്പോൾ അത് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പുറത്തേക്ക് പോയി വന്നപ്പോൾ ഒരു കവറായിട്ടാണ് വന്നത്, കവർ നിറയെ സാധനങ്ങളായിട്ടാണ് വന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊന്ന് എടുത്ത് നോക്കാണ്. അപ്പോൾ ഒരു പാക്കറ്റ് ആട്ടപ്പൊടി, പിന്നെ ചായപ്പൊടി, മാങ്ങ, 2-3 മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പയർ, ഇങ്ങനെ ഒടിച്ചിട്ട് കറി വയ്ക്കണ പയറില്ലേ, മണിപ്പയറല്ല, ഒടിച്ചിട്ട് വയ്ക്കണ പയർ, അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ കഴിഞ്ഞ ദിവസം കറിക്കൊക്കെ വാങ്ങിയപ്പോൾ പയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തോരം ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടി എടുത്ത് വെച്ചിട്ട് നാളെ ഒരു പയറുപ്പേരി വെക്കാമെന്നാണ് വിചാരിക്കണത്. അപ്പോൾ അങ്ങനെ മാങ്ങയും പയറും ഒക്കെ കൊണ്ടുവന്നത്, മാങ്ങയും പയറും മാത്രമേ കറി വയ്ക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ അത് എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസം എടുത്ത് കറി വയ്ക്കാമല്ലോ. അത്യാവശ്യത്തിന് കറിക്കുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ദിവസം എടുത്ത് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു ഓരോന്നും. അപ്പോൾ പയർ ഇത് ഇത്രയുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞ് വാതിൽ തുറന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. കാറ്റ് വീശണം, അത്യാവശ്യം നല്ല കാറ്റായിരുന്നു. അപ്പോൾ കാറ്റാണ് ഇപ്രാവശ്യം ഇങ്ങോട്ട് കൂടുതൽ. മഴയുണ്ട് എന്നാലും കാറ്റുണ്ട്. അപ്പോൾ മുകളിലേക്ക് ടെറസിൻ്റെ മുകളിൽ ചെന്നപ്പോൾ അമ്മ അവിടെ കാറ്റത്ത് ജാതിക്കായ വീഴും, പാട്ടയമ. അപ്പോൾ ആ പാട്ടയമേലത്തെ ജാതിക്കായൊക്കെ എടുക്കുകയാണ്. ഒരു കോലുകൊണ്ട് ഇങ്ങനെ തട്ടിയെടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് സ്റ്റെപ്പിൻ്റെ അവിടെ ഒരു പാത്രത്തിൽ പയർ മുളച്ച് നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരത്തേക്ക് അട ചൂടാനുള്ള പരിപാടിയിലാണ്. മൈദ കൊണ്ടുവന്നിട്ടുണ്ടായല്ലോ നേരത്തെ. അപ്പോൾ അതുകൊണ്ട് അമ്മ അടയ്ക്കുള്ളത് കുഴച്ച് അട ചൂടാണ്. അമ്മയ്ക്ക് ഒന്ന് ദോശ ഒന്ന് പരത്തി ചൂടണമെന്ന് പറഞ്ഞിട്ട് അമ്മ ദോശ പരത്തി ചുട്ടു ഒരെണ്ണം. അപ്പം അമ്മയുടെ പണ്ടത്തെ സ്കൂളിലൊക്കെ പോണ സമയത്തെ 4 മണി പലഹാരമാണ് ഈ പരത്തി ചുട്ട ദോശ എന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ പരത്തി ചുട്ട് കഴിക്കുകയാണ്. പിന്നെ അമ്മയ്ക്ക് കൂടുതൽ അടയോട് ഇഷ്ടമില്ല. അമ്മയ്ക്ക് അടയേക്കാളും കൂടുതൽ ഇഷ്ടം പരത്തി ചുട്ട് ഇങ്ങനെ കഴിക്കണ ദോശയോടാണ് അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം. അപ്പം ചായ കൂട്ടി കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പരത്തി ചുട്ട് കഴിച്ചു അമ്മ ദോശ. അപ്പം ഞങ്ങളൊക്കെ അടയാണ് ഉണ്ടാക്കി കഴിച്ചത്. പുഴുങ്ങിയിട്ടുള്ള അടയല്ല കേട്ടോ, ഇഡലി ചെമ്പിലിട്ട് പുഴുങ്ങിയിട്ടുള്ള അടയല്ല. ഈ അടുപ്പുമ്മ വെച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്ന അടയില്ലേ, ഈ പൊരുത്തിലട അങ്ങനെ എന്തോ ആണ് പറയാമെന്ന് തോന്നുന്നു. അങ്ങനത്തെ അടയാണ്. അമ്മയുടെ ദോശയാണ് കേട്ടോ ഇത്. അമ്മയുടെ ദോശയായപ്പോൾ ഒരു പാത്രത്തിലേക്ക് അത് മാറ്റി കഴിഞ്ഞിട്ട് അതിൽ തന്നെ അടയിട്ട് അട ചുട്ടെടുക്കുകയാണ് ചെയ്തത്. പക്ഷെ ചെറിയൊരു അബദ്ധം പറ്റി. അടയ്ക്ക് പരത്തിക്കൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് ഈ ദോശ അവിടെ ചുടാനായിട്ട് വെച്ച കാര്യം മറന്നു. അങ്ങനെ ഒരു ഓർമ്മ കിട്ടി പോയി നോക്കിയപ്പോഴാണ് ഇത് കരിഞ്ഞു പോയത് കണ്ടത്. അങ്ങനെ വലിയ കാര്യമായിട്ട് കരിഞ്ഞൊന്നുമില്ല. കരിഞ്ഞു തുടങ്ങുമ്പോഴേക്കും അമ്മ പോയിട്ട് അതെടുത്തു. അങ്ങനെ അമ്മയുടെ ദോശ അവിടെ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് അതിൽ അടയിട്ട് ചുട്ടെടുക്കുകയാണ് അമ്മ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. രാവിലെ തൊട്ട് വൈകുന്നേരം 3-3:30 വരെയുള്ളൊരു
സമയത്തെ വീഡിയോ ആണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.